അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കല്ലുമ്മക്കായ് പൊരിച്ചാണ്. കല്ലുമ്മക്കായ്ക്കെല്ലാം വില കുറവുണ്ട് ചേച്ചി. ഇതെന്ത് ഇത്രക്കാരം കല്ലുമ്മക്കായ് ഉണ്ടാച്ചിന് ഇവിടെ? വില കുറവൊന്നുമില്ലപ്പാ. പക്ഷെ ഒരു പൂതിക്ക് അങ്ങോട്ട് തിന്നല്ലേ? അല്ലേ പിന്നെ നമ്മളങ്ങോട്ട് ഇറക്കുന്ന കേട്ടോ കല്ലുമ്മക്കായ്. അങ്ങോട്ടില് കുരുവാ ഇരിക്കാൻ നടുവേദനയാ. കൊള്ളൂല, നിങ്ങളത് കൊള്ളൂല. അടിപൊളിയായിട്ട് കല്ലുമ്മക്കായ് ഉണ്ടാക്കും. ഒരാളെ കാണുന്നുണ്ടോ? അങ്ങേപ്പറ പോയിട്ട് ഇതാക്കണ്ട എന്തെല്ലോ ചെയ്യുന്ന എല്ലാം കൂടി ഒപ്പരങ്ങല്ലേ. വീടിന്റെ മുകളിലാക്കുന്നത്. നമ്മുടെ വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, മുകളിലത്തെ പണി എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ കുറച്ച് വെളിച്ചം കിട്ടുന്ന വെച്ചിട്ട് ഇവിടെ വന്നതാ. അങ്ങോട്ട് വേഗം കല്ലുമ്മക്കായ് തിന്നെ കിട്ടുന്നില്ല. കൈ ചത്തിയ കൈക്ക് ചോര വരൂലേ? എല്ലാം കൊള്ളാം. ഞാൻ കൊണ്ടുപോകില്ല ആശുപത്രിയിൽ, അത് വേറൊരു കാര്യം. ഈ പൈസ വന്ന കേസിലൊന്നും നിൽക്കൂലല്ലോ. പൈസ നിൽക്കൂ. നൈസായിട്ട് ഓരോന്നെടുത്തിട്ട് പണിയെടുക്കാൻ വേണ്ടി ഞാൻ കത്തിയെടുത്ത് കൊണ്ടുതരാം. അങ്ങനെ എന്തിനാ കൊത്തി പൊളക്കുന്നത്? ഇങ്ങനെയല്ലേ പൊളക്കണ്ട? പൊളക്കണ്ട നോക്കട്ടെ. മരം പൊളക്കില്ല. കത്തി കുടുങ്ങിയമ്മേ. കത്തി തരണ്ടെങ്കിൽ കത്തി എടുക്കണ്ടേ? എക്സ്പ്രഷൻ ഒന്നുകൂടി കാണിച്ചു കൊടുക്ക. എന്നിട്ട് കല്ലുമ്മക്കായ് പൊളക്കാൻ അറിയാത്ത ആള് ഇത് നോക്കി പഠിച്ചോളൂ കേട്ടാ. പാമ്പുണ്ടോ? ഓറ വിൽക്കാൻ നമുക്ക് അറിയില്ല. പാമ്പുണ്ടാവും മക്കളെ ഇതിന്റെ ഉള്ളിൽ. പാമ്പേ കല്ലുമ്മക്കായ്ക്ക് പാമ്പനില്ലേ? പിന്നെ ഞാൻ വയറുവേദന വരും അതുണ്ടായാലും. കല്ലുമ്മക്കായിന്റെ ഉള്ളിലുള്ള സാധനം അതേതാണ് വേദന വരുന്ന പറയുന്നത്. നമ്മളില്ലേ അടുപ്പ് കൂട്ടാനുള്ള മടി കൊണ്ട് നമ്മളെല്ലാം ഗ്യാസുമ്മൽ പരിപാടിയാക്കുന്നു. ചേച്ചി എന്നെങ്ങനെ ചൊറിയുന്നേ? ഇങ്ങനെ ചൊറിയുന്നേ? കുറച്ച് ചൊറിച്ചലാണ്. ഇങ്ങനെ നമ്മള് എന്താ പുഴുങ്ങാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. പുഴുങ്ങുവാന്നെല്ലാം പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുക. നമ്മളെ കണ്ണൂര് ഭാഷ. എന്താ നമ്മള് കല്ലുമ്മക്കായിനെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങിയിട്ടാണ് കേട്ടോ ഇത് നമ്മള് അരിക്കടുക്കി ആക്കുക അല്ലേ? അല്ല കേട്ടോ, ഇത് അരിക്കടുക്കി ആക്കാനല്ല ഗൈസ്, ഇത് നമുക്ക് പൊരിക്കാനാണ്. അരിക്കടുക്കി ആക്കാൻ മറ്റേ സംഭവം അല്ലേ? അപ്പാടാക്കിട്ട് അതിന്റെ ഉള്ളിൽ അരി നിറച്ചിട്ട് പച്ച വളർന്നിട്ട് അതിന്റെ ഉള്ളിൽ അരി നിറച്ചിട്ട് ആവിക്ക് വെക്കും. നിങ്ങളെല്ലാം ആക്കലുണ്ടോന്നൊന്ന് കമന്റ് ചെയ്യണേ. പതപ്പതാ പതപ്പതാ. ഇനി നമുക്ക് ചോറ് തിന്നണ്ടേ? ചോറ് തിന്നിട്ട് ആക്കാല്ലേ നമുക്ക് കൊട്. അതാ ഒരു നാറ്റം. ഞാനും വരച്ചത് ഇവിടുന്ന് ഇങ്ങനെ നാറുന്നു. രാമായണം വായിക്കുന്നുണ്ട് പോലോ. അരിപ്പൊടി എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുഴക്കുക, ഉപ്പും ചേർത്തിട്ട്. ആദ്യം അരിപ്പൊടി എടുക്കുക, എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുഴക്കുക. നല്ലോണം കുഴക്കണം കേട്ടോ. കയ്യെല്ലാം കഴുകണേ, അത് പറഞ്ഞു. ഇതിലെന്തെല്ലാം ഉള്ളത്? ചെറിയ ഉള്ളിയും തേങ്ങയും പെരിഞ്ചീരകവും. അധികമായി പോയാലോ? കഞ്ഞി ഓടിക്കണ്ടേ ലാസ്റ്റ്? ഇതിന്റെ അകത്ത് എന്തെല്ലാം ഉള്ളെന്നറിയാവ? ഇതിന്റെ പെരിഞ്ചീരകം, തേങ്ങ, ചെറിയ ഉള്ളി, ഇത് മൂന്നും ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ചതുക്കിയതാട്ടാ. എന്നിട്ട് അത് ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുക വേണ്ടേ? അതിന്റെ കൊയലങ്ങ് വീണു പോകും. ഞാൻ ചവിട്ടി താഴെ വന്നിരിക്കും. അടിപൊളി കൊയ്യാല എടുത്തിട്ട് വണ്ടനക്ക് വാർപ്പിന് പണിയാണ്. തേക്കാൻ പറ്ററാന്നാരൊക്കെയോ പറയുന്ന. ഉപ്പ് നോക്കി കുഴക്കണം കേട്ടോ. നമ്മളില്ലേ ഈ കല്ലുമ്മക്കായിന്റെ അകത്ത് ഇതൊന്നും അറക്കുമ്പോ ഇല്ലേ, കല്ലുമ്മക്കായ് നല്ലോണം തേച്ചരച്ച് കഴുകണം കേട്ടോ. അല്ലെ അതിന്റെ വൃത്തിയുടെ സാധനങ്ങളൊക്കെ നമ്മളെ കുടലിൽ പോകും. അതുകൊണ്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയ സാധനം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതിന്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ ഉന്തും. എനിക്ക് വയ്യ. അറിയാത്ത ആളിൽ ഇത് ട്രൈ ചെയ്തിട്ട് ആയിട്ടാവുമ്പോ ഞാനാ പഠിപ്പിച്ചെന്നറിയാം. ആയിട്ടില്ലേ, ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്റെ പേരൊന്നും പറയണ്ട. നമ്മളെ ഏച്ചിയില്ലേ എങ്ങനെ ചോറ് തിന്നാ അറിയാം. പണ്ട് കമ്പനിയും വിട്ട് വന്ന് ഞാൻ ചേച്ചി ചോറ് തിന്നാ കാണിച്ചത്. ഞാനും മൊത്തം കൂടിയിട്ട് എപ്പ അതിങ്ങനെ ഇങ്ങനെ
വിശക്കുന്നോണ്ട് ഇങ്ങനെ 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 ഉരുട്ട് എന്നിട്ട് അങ്ങനെ വന്നു. ഇവർക്കും വേണ്ടി വരും, അതിനായി വന്നിട്ട് വായിൽ നോക്കുന്നു. ആ ഞമ്മക്ക് തരും അങ്ങനെ ഇങ്ങനെ 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 ഉരുട്ടു ഞാൻ ഉണ്ടാകും. എന്നിട്ട് നമ്മള് പറയൂ നമ്മളെ കൊല്ലാനാന്നോ. കല്ലുമ്മക്കായ്ക്കുള്ള എല്ലാ അരിയെല്ലാം ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് നിറച്ച് വെച്ച് ഇനി ഇതിനെ നമ്മൾ ആവിക്ക് വെച്ച് പുയിങ്ങും, അല്ല ആവിക്ക് വെച്ചിട്ട് വേപ്പിക്കും. എന്നിട്ട് നമ്മളിതിനെ പൊരിക്കും. എന്നിട്ട് നമ്മള് കട്ടൻ ചായയും കൂട്ടി തിന്നും. എനിക്കൊന്നും ആവൂലേ. അങ്ങനെ നമ്മള് ഇതെന്നമ്മ ഇത് ഈ ചെമ്പിനെന്തേനും പറയാ, അടച്ചമ്പ് നമ്മളെടുത്തിട്ട് അടുപ്പത്ത് ഗ്യാസുമില് വെച്ചിട്ടുണ്ട്. പുറത്തൊന്നും അടുപ്പ് കൂട്ടാനൊന്നും കഴിയല്ല കേട്ടോ, ഭയങ്കര കുയി മടിയന്മാരാ നമ്മള്. അങ്ങനെ ഇനി നമ്മള് നേരത്തെ നിറച്ച് വെച്ച സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് നിറക്കണം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടേ, വെള്ളം വെക്കണേ. അങ്ങനെ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നോരോന്നായിട്ട് വെക്കണം. എല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുക്കി വടുക്കി വെക്കണം കേട്ടോ, അടുക്കി പെറുക്കി വെക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ല ഭദ്രമാക്കിയിട്ട് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് ഇനി അത് വേവുന്നവരെ കാത്തിക്കാം. വേവുന്നവരെ കാത്തിക്കുന്ന സമയം ആ സമയം കൊണ്ട് പോയി കുളിച്ചിട്ട് വരാം. എന്നാൽ നമുക്ക് വേഗം വന്നിട്ട് ചായ കുടിക്കാലോ കുളിച്ചിട്ട്. നമ്മളെ അരിക്കെടുക്കേണ്ട അരിയെല്ലാം വെന്തതിന് ശേഷം ഇതാ ഇതിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കുക. നമ്മളെ ഈ എന്താ മീനെല്ലാം പൊരിക്കൂലേ അതുപോലെ ഇങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓരോന്നിനെ മുക്കി മുക്കി നമ്മൾ പൊരിക്കും. അല്ലമ്മ പറ അങ്ങോട്ട്. ഇതാ കണ്ടോ, ഇതായത് കണ്ടോ. ഇനി എല്ലാം മുക്കി മുക്കി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് പൊരിക്കും. വെളിച്ചെണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ. ഓക്കെ. ഓ വെളിച്ചെണ്ണ ഇപ്പൊ കത്തിട്ട് മുകളിലോട്ട തീ വരുന്നു. അമ്മ പുക വരുന്നേ. അയ്യോ ഓടിക്കോ, തീ പിടിച്ച്. ഇങ്ങക്ക് ആരെങ്കിലും ഇല്ല ഇങ്ങനെ ഈ പുക ചീനച്ചട്ടീന്റെ മുകളിലൂട്ട തീ കയറിയോ എന്തെങ്കിലും അനുഭവം ഉണ്ടോന്ന് പറയണം കേട്ടോ. നമ്മള് പണ്ട് സോയാബോൾ പൊരിക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മയൊന്നും ഇല്ലാത്തരാ എന്റെ അമ്മ സോയാബോൾ പൊരിക്കുന്ന സമയത്തില്ലേ ഫുള്ള് തീയങ്ങ ചീനച്ചട്ടീന്റെ മുകളിലൂട്ട പോകുന്ന അപ്പാട് നമ്മൾ ഓടിക്കളഞ്ഞു, ഞാനും ഉണ്ണിയും. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അമ്മ ഇതിന്റെ മുകളിലൂട്ട പുകയെല്ലാം വരുന്നു. ഇപ്പൊ തീ മുകളിലൂട്ട കയറുവാ. അമ്മ എന്റെ കണ്ണിലെല്ലാം തെറിച്ചു വന്ന്. എല്ലാവർക്കും ഷെയോ ഉപ്പ് ഏലത്താ ഉപ്പിനെ അധികമായി ഞാൻ നോക്കണേ. ഓരോ കല്ലുമ്മക്കായും മാറി മാറി പോയിട്ടുണ്ട്. അത് എന്റെ എല്ലാം കല്ലുമ്മക്കായ ഞാൻ പറഞ്ഞുതരാം. എടുത്തിട്ട് പോകുന്ന അതും കൂടി എടുത്തിട്ട് പോയിക്കാം. നമുക്ക് പ്ലസ് കിക്ക് എടുത്താലോ, വെച്ചെടുപ്പിക്കേ. ഇത് അധികം വേവൊന്നും വേണ്ട കേട്ടോ, വെന്ത സാധനല്ലേ, ഒന്ന് പൊരിക്കുക മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് ഇതിന്റെ കല്ലുമ്മക്കായാണ്. അല്ല എല്ലാത്തിന്റെയും കല്ലുമ്മക്കായി മാത്രം വേറിട്ട് പോകുന്നു. നമ്മളെല്ലാം പണ്ട് പപ്സെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്കെയില് വരെ എടുത്തിട്ട് വരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടേനെ. ഇപ്പത്തെ പിള്ളേരെല്ലാം അതിൽ കേട്ട ചിരിക്കും. ഓ എന്റെ ഏട്ടെ ഉയ്യ അതാ വേഗം വന്നിട്ടില്ല. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ട്രിപ്പ് ആട്ടോ. ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മള് ചായ കുടിക്കും. ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പുള്ള കല്ലുമ്മക്കായട്ടെ. ഇതിന്റെ അകത്ത് ഈല കുറച്ച് അധികം മണ്ണുള്ള കാണുന്നു. അപ്പൊ അതെനക്ക് ഇതെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ആയി ഏച്ചിനെ വിളിക്കണം. അതും കൂടി നമ്മള് ചായ കുടിക്കും. എല്ലാ വീട്ടിലെ സോഫയും പിന്നെ എന്തെന്നാ കസേരയെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. വൈകുന്നേരം ആകുമ്പോ 6 കിട്ടിയെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മളെ വീട്ടിലും അങ്ങനെ തന്നെ. നമ്മളെ നെയ്ച്ചീനെ വിളിച്ചിട്ട് വരുന്ന കേട്ടോ. ഏച്ചി അപ്പുറത്തുള്ള തറവാട്ടിൽ അവിടുന്ന് വിളിച്ചിട്ട് വരണം, ചായ കുടിക്കണം. ഏച്ചി കണ്ട നമ്മളെ കല്ലുമ്മക്കായി ഫുൾ ഇവിടെ ഒരു ഡെക്കറേഷന് വേണ്ടിട്ട് വലിയ പൈസ എന്നെ കറിവേപ്പിലെല്ലാം എടുത്ത് വെച്ചന്. ഭയങ്കര പൈസ കേട്ടോ കല്ലുമ്മക്കായി. കല്ലുമ്മക്കായി എന്ന് പറയുന്നത് എന്നാപ്പ നമ്മളെ കറിവേപ്പിലൊക്കെ നിങ്ങൾ രണ്ടാമത് പണിയെടുക്കുന്നേ. ഈശ്വരാ നിങ്ങളെ വീട്ടിലെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്യലുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നാന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ കല്ലുമ്മക്കായ ഉണ്ടോ കൊതിയാകുന്നു. വേഗം തിന്നാണ്. ഈ ഏട്ടൻ വേഗം കുളിച്ചിട്ടൊന്നും വരില്ല. അപ്പൊ ഓനെ കൂട്ടാണ്ട് തിന്നാനും പറ്റൂല.
അപ്പൊ ഈ തുണിയെ നിങ്ങൾ വലിയ കാര്യമാക്കണ്ട കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. കസേരയും സോഫയെല്ലാം തുണിയോണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക കേട്ടോ. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ടാറ്റാ.